ഹായ് നമസ്കാരം. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കണ്ടോ നിങ്ങൾ, പബ്ലിക്കായിട്ട് സിഗരറ്റ് വിളിക്കുന്ന മതിലിൻ്റെ മുകളിൽ കയറുന്ന പബ്ലിക് സ്ഥലമാണ്. എന്താ ഇത്? ആരോട് ചോദിക്കാനാ? ആര് പറയാനാ? എങ്ങോട്ട് പോകുന്നു പുതിയ തലമുറ? ഇത് കണ്ടിട്ടില്ലേ പുതിയ തലമുറകൾ വളരുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതുപോലെ നിങ്ങൾ എവിടെയെങ്കിലും കാഴ്ചകൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടോ ഇവിടുന്ന് പബ്ലിക്കായിട്ട് പുകവലിക്കരുത്, നിങ്ങൾക്കും ദോഷമാണ് മറ്റുള്ളവർക്കും ദോഷമാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. കാരണം പറഞ്ഞാൽ വിവരം അറിയുമല്ലേ? അതാണ്. അപ്പോൾ നമ്മളെന്ത് വേണം? മിണ്ടാതിരിക്കണം അല്ലേ? അങ്ങനെയാണ്, മിണ്ടാതിരിക്കണം. അതാണ് നമ്മുടെ സമൂഹം അങ്ങനെയായി വരുന്നുണ്ട്. പക്ഷേ അവർക്ക് നമ്മൾ നല്ലതാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ള ഒരു ബോധം ഇല്ലാതെ പോകുന്നു. അപ്പോൾ നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കണം ഓരോരുത്തരും. നമുക്ക് ദോഷമാണ് അല്ലേ? പുകവലിയും മദ്യപാനവും ഒക്കെ മോശമാണ്. അവനവൻ്റെ ശരീരത്തിനും കുടുംബത്തിനും മോശമാണ് എന്നുള്ള ബോധമോ ഉണ്ടാകണം. ലഹരി വിരുദ്ധ ക്യാമ്പുകളും സെമിനാറുകളും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ആർക്കും അത് ബോധവൽക്കരണമല്ല. എന്തെങ്കിലും ആപത്തുകൾ പറ്റിക്കഴിഞ്ഞാലോ അത് ബോധമാകുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുന്നേ അവർ തമ്മിൽ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ സിഗരറ്റ് വലിച്ച് അത് പുക ഇങ്ങനെ പുറത്ത് വിടുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ അവരെടുക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം സന്തോഷിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എടുത്തിട്ട്. അങ്ങനെയുള്ള തലമുറയാണ്. എങ്ങോട്ട് പോകുന്നു തലമുറ? ചിന്തിക്കൂ. ഇതെല്ലാം നാളെ മുതിർന്ന് അല്ലേ വലിയ സമൂഹത്തിൽ നല്ലൊരു ജോലിയും നല്ല ജീവിതവും കഴിക്കേണ്ട മനുഷ്യരാണ്. അപ്പം പുതിയ തലമുറ എങ്ങോട്ട് പോകുന്നു? അത് വളരെയേറെ ചിന്തിക്കേണ്ട കാര്യമാണ്. അവരുടെ മാതാപിതാക്കൾ അവരെ ശ്രദ്ധിക്കുക. പുതിയ തലമുറയെ നല്ല മനുഷ്യരായി വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള കാഴ്ചകൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഉണ്ടാകും. കാരണം പല സ്ഥലത്തും ഇങ്ങനെയുള്ള അവസ്ഥകളുണ്ട്. കാരണം ഇവിടെ നിയമം നടപ്പിലാക്കേണ്ട പോലീസ് അധികാരികൾ ഒന്നും തന്നെ ഇല്ല. ചില സന്ദർഭങ്ങളിൽ ആ സമയങ്ങളിലാണ് മുതലെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബീച്ചുകളിലും മറ്റുള്ള പൊതുസ്ഥലങ്ങളിലെല്ലാം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ചെക്കിങ് മഫ്റ്റിയിലായാലും ഇവിടെ തിരക്കുള്ള സ്ഥലങ്ങളിൽ പൊതുസ്ഥലങ്ങളിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളെല്ലാവരും കരുതിയിരിക്കാൻ നോക്കൂ. ചായ കുടിക്കുമ്പോഴാണ് സിഗരറ്റ് വലിക്കുന്നത്. എല്ലാവരും സിഗരറ്റ് വലിക്കുന്നുണ്ട്. പക്ഷേ പുതിയ തലമുറ എങ്ങോട്ട് പോകുന്നു? എന്താണ് അതിൻ്റെ ലഹരി? മനസ്സിലാകുന്നില്ല. നല്ലൊരു ബോധം കൊടുക്കുക സമൂഹത്തിന്. ലഹരി വിരുദ്ധ സെമിനാർ. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരാൾക്കെങ്കിലും ഒരു ബോധം വരട്ടെ നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളത്. കാരണം അവനവൻ്റെ ആരോഗ്യത്തിന് വളരെയേറെ ദോഷകരമാണ്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് പറഞ്ഞതുപോലെ ശരിയാണ്. സ്പോഞ്ചാണ് നമ്മുടെ ശ്വാസകോശം. അപ്പം വളരെയേറെ ശ്രദ്ധിക്കുക എല്ലാവരും. ഓക്കെ, നമുക്കിതേപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? ഒരു തട്ടുകടയിൽ കയറി കഴിഞ്ഞാൽ അവിടുന്ന് സൈഡിൽ നിന്ന് പുകവലിക്കുന്നുണ്ടാവും. ബസ് സ്റ്റോപ്പിൽ നിന്ന് മറ്റുള്ള പബ്ലിക് സ്ഥലങ്ങളിൽ നിന്ന് പുകവലിക്കുന്നുണ്ടാവും. പക്ഷേ അവർ അറിയുന്നില്ല അവർ ചെയ്യുന്നത് തെറ്റാണെന്ന്. കാരണം അവർക്കും ശരീരത്തിന് ദോഷമാണ്, മറ്റുള്ളവർക്കും ദോഷമാണ് എന്നുള്ള ബോധം തിരിച്ചറിയാതെ പോയി. അപ്പോൾ എന്താ ചെയ്യാനാ? നമ്മൾ അവരോട് പറയാം അല്ലേ, കുറച്ച് മാറി നിന്ന് വലിക്കൂ ചേട്ടാ. പക്ഷേ അവർ ചില ആൾക്കാർ ചിലപ്പം കേൾക്കും, ചില ആൾക്കാരോട് പറയാൻ തന്നെ തോന്നത്തില്ല. നിങ്ങൾക്ക് അനുഭവം ഒരുപാടുണ്ടാകും എന്നെനിക്ക് അറിയാം. അങ്ങനെയുള്ള സമൂഹത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് തോന്നിയത്. കാരണം അവരുടെ മാതാപിതാക്കൾ എന്താ പറയേണ്ടത് അല്ലേ? അവരെ ലാളിച്ച് വളർത്തിയ മക്കൾ കുറച്ച് വലുതാകുമ്പോഴേക്കും വഴിതെറ്റിപ്പോകുന്ന അവസ്ഥ അത് കാണാനിടയായാൽ എന്തായിരിക്കും മാനസികാവസ്ഥ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അല്ലേ? എല്ലാവരുടെയും മാതാപിതാക്കൾ നല്ല രീതിയിലാണ് മക്കളെ വളർത്തുക. പക്ഷേ അവർ വഴിതെറ്റിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ഇന്നത്തെ കാലത്തുണ്ട്. അതെ, വേണം, സ്വാതന്ത്ര്യം വേണം. പക്ഷെ നല്ലതിന്, മോശത്തിന് സ്വാതന്ത്ര്യം അനുവദിച്ചുകൂടാ അല്ലേ? അത് അവരുടെ ജീവിതം തന്നെ താളം തെറ്റിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അപ്പോൾ അതിനുള്ള കാരണക്കാരാരാ? അവരവർ തന്നെയാണ്, ഈ സമൂഹം തന്നെയാണ്. അപ്പം അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തേണ്ടത് നമ്മളെ ഓരോരുത്തരുടെയും കടമയാണ് അല്ലേ?
അതെ, തീർച്ചയായും നമ്മുടെ ഓരോരുത്തരുടെ കടമയാണ്. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് അല്ലേ കാണുന്നത്. അപ്പം നിരവധി ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം സിഗരറ്റ് വലിച്ചോട്ടെ, അതിൻ്റേതായ സ്ഥലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് മാറി നിന്ന് വലിക്കണം. ചായയും കഴിച്ചോട്ടെ ഒരുമിച്ച്. ചില ആൾക്കാർ ചായയും സിഗരറ്റ് ഒരുമിച്ചാണ് കഴിക്കുക. ഈ വീഡിയോ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുമോ? കണ്ട്